ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നിവിടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 4 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒഴിക്കാൻ വയ്ക്കുന്ന മാങ്ങ തന്നെയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഞാൻ വലുതായതുകൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്തത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഒരു 2 ചെറിയ ഉള്ളി, പിന്നെ ഒരു 2 സ്പൂൺ തേങ്ങ, അതിൽ അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകവും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെക്കണം. അത് നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തേക്കണം. ഇപ്പോൾ നമുക്ക് തീ ഇടണ്ട, അതൊന്ന് നന്നായി ചൂടായിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടണം. ഇത് ഒഴിക്കാൻ വെക്കുന്ന മാങ്ങ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ് ഇതുപോലെ നന്നായി കഴുകി വയ്ക്കുക. അരിയൊന്നും വേണ്ട, ഇതുപോലെ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇടയ്ക്ക് എന്തൊക്കെയോ തെറ്റിപ്പോണുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നില്ല, ഇതുപോലെ 2 കീറി ഇട്ടാൽ മതിയാവും. അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ശർക്കര ഉണ്ടല്ലോ, ഇത്രയും ഒരു കഷ്ണം മതി, ഇത്രയും ആവശ്യത്തിന് മതി. ഞാനിവിടെ വെള്ളമല്ല, ശർക്കര കഷ്ണമായിട്ടാണ് ഇടുന്നത്, അതിനെ വെള്ളമായിട്ടല്ല ഒഴിക്കുന്നത്. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. വെള്ളം മതിയെന്നുണ്ട്, വെള്ളം ചേർക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാൻ കുഴപ്പമില്ല. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലും ചേർക്കുന്നുണ്ട്. തേങ്ങയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അതല്ല, ഇത് പ്രത്യേകം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി ഇത്രയും മതിയാവും, കൂടുതൽ വേണ്ട. പിന്നെ പച്ചമുളക് കൂടുതൽ വേണം എന്നുള്ളവർക്ക് എരി അനുസരിച്ച് കൂടുതൽ ഇടാം. പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ അല്പം ഉപ്പുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് നന്നായിട്ട് ഈ മാങ്ങയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും ശർക്കരയും ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും. ഇനി നമുക്ക് തീ കത്തിക്കാം. പിന്നെ ഫസ്റ്റ് തീ അണച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് അടിയിലേക്ക് പിടിക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് തീ ഓഫ് ചെയ്തത്. തീ കുറച്ച് വെച്ചിരുന്നാലും വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തു. ഇനി കത്തിച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് അവിടെ ഒന്ന് വെന്തോട്ടെ. പച്ചമുളക് ഇതിലിടണ്ട, നമ്മൾ അരപ്പരയ്ക്കുമ്പോഴത്തേക്ക് അതിലൂടെ ഇട്ട് അരച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലിട്ട് അരച്ച് ചേർക്കണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ഒന്ന് ഇട്ടാൽ മതിയാവും, കുഴപ്പമില്ല. നമുക്കിനി ഇവിടെ അരപ്പ് അരച്ചെടുക്കാം. ഞാൻ നേരത്തെ ചെറിയ ഉള്ളി, തേങ്ങ, ജീരകമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ അരയ്ക്കാൻ പോവാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, വേണ്ട. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്, മാങ്ങയൊക്കെ വെന്ത് പറഞ്ഞുണ്ട് കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ ശർക്കര ആഡ് ചെയ്യുന്നതുകൊണ്ട് പഞ്ചസാരയൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ശർക്കര ഇല്ലാതെ പഞ്ചസാര ഇട്ടിട്ട് വേണമെങ്കിലും വയ്ക്കാം, പക്ഷേ പഞ്ചസാരയ്ക്ക് പകരം കൂടുതലും നല്ലത് ശർക്കരയായിരിക്കും, അതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ അതിട്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, അത് നന്നായിട്ടൊന്ന് കുറുകി വറ്റാറായി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും നമ്മൾ അരപ്പ് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്, അതിനെ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ആയാൽ മതിയാവും. അപ്പോഴത്തേക്ക് തന്നെ അതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് അരപ്പൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, മാങ്ങയിലൊക്കെ ശർക്കരയുടെ ആ ഒരു ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതാണ് മാങ്ങയുടെ നിറം ഇങ്ങനെ ആയത്. അപ്പോൾ ഞാൻ അരപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വെള്ളവും കൂടെ കലക്കി വച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരച്ച അരപ്പായിരിക്കണം, ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുക. ഇത് ഞാൻ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് ഈ അരപ്പൊന്ന് കുറച്ച് കുറുകി എടുക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ അരപ്പ് തിളപ്പിക്കേണ്ടെന്നുണ്ടെങ്കിൽ അരപ്പ് അരച്ചിട്ട് നമ്മളിതിൽ തൈര് ചേർക്കണുണ്ട്. അപ്പോൾ ആ തൈര് അരപ്പ് അരച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ടാണ് ഇതിലേക്ക് ഒഴിക്കണമെങ്കിൽ ശ്രദ്ധിക്കണം, അരപ്പിൽ ഒത്തിരി വെള്ളം ആവാണ്ട്, കാരണം ഒത്തിരി ലൂസ്, നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിവിടെ അരപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇത്രയും നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്ര ആകുമ്പോഴത്തേക്ക് ഞാൻ തൈര് പ്രത്യേകം അടിച്ചാണ് ഇതിൽ ചേർക്കണത്. ഞാൻ പറഞ്ഞല്ലോ, അരപ്പ് അരച്ചിട്ട് തൈരൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് ചേർക്കാനാണെങ്കിൽ അരപ്പിൽ അധികം വെള്ളം ആഡ് ചെയ്യരുത്, തൈരൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിക്കുക. തൈര് കട്ടയില്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് തൈര് അടിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാവുള്ളൂ, തിളപ്പിക്കാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ അരപ്പ് ആദ്യം ഒഴിച്ചതുകൊണ്ടാണ്
അരപ്പ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തത്. തൈര് ഒഴിച്ചതിന് ശേഷം ഞാൻ തിളപ്പിക്കുന്നില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കണേ ഉള്ളൂ. ഇപ്പോൾ നിറയെ ഇതായിട്ട് തോന്നണുണ്ടെങ്കിലും നമ്മൾ ഇറക്കാറാകുമ്പോഴത്തേക്കും കറക്റ്റ് ഒഴിക്കാനൊക്കെ വെക്കുമ്പോഴുള്ള മഞ്ഞ കളർ ഉണ്ടാവും. ഇപ്പോൾ ഒരു കളറൊക്കെ മാറി ചിലപ്പോൾ ഒരു ബ്രൗൺ കളർ പോലെയൊക്കെ തോന്നും. ഇപ്പോൾ ബ്രൗൺ ആയിട്ടില്ല എങ്കിലും കുറച്ചുകൂടി ഒരു കടുത്ത കളറിൽ തോന്നും. നമ്മൾ ഇറക്കാറാകുമ്പോഴത്തേക്കും കറക്റ്റാവും. പിന്നെ ഇപ്പോഴും ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യമേ ഇവിടെ ഉപ്പ് അധികം ഇല്ലായിരുന്നു, അപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. മാമ്പഴ പുളിശ്ശേരി റെഡിയായി. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നോട് അഭിപ്രായം അറിയിക്കണം. എന്നിട്ട് ഇപ്പം ഞാൻ ഇവിടെ കടുവറുത്തിട്ടില്ലായിരുന്നു, അത് ഞാൻ സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ചട്ടി തന്നെയാണ് ഞാൻ കഴുകിയിട്ട് കടുവറുക്കാനായി തീയത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. നന്നായി ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അല്പം വെളിച്ചെണ്ണ ഞാൻ ചേർക്കണുണ്ട്. കൂടുതലും ഒന്നും വേണ്ട, ചെറിയ സ്പൂൺ മതി. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലൊരു 1/4 ടീസ്പൂണ് കടുക് ഞാൻ ഇതിലേക്ക് ഇടും. അപ്പോൾ കടുക് നമ്മളൊന്നും അത് കൂടുതൽ അങ്ങനെ ഇടാറില്ലാത്ത സാധനമാണല്ലോ, അല്പം മാത്രം മതിയാവും അത്. ചിലർ കുറച്ച് കൂടുതൽ ഇടണം എന്നുള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് കൂടുതൽ കടുക് കിടക്കണം എന്നുള്ളവർ, എനിക്ക് അത്രയും മതി. അവർക്ക് ആവശ്യമുള്ളതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക, അത്രയും മതി. കൂടുതൽ കരിഞ്ഞു പോകൊണ്ട് നോക്കുക, അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് തീ അങ്ങ് നമുക്ക് ഓഫ് ചെയ്തേക്കാം. നന്നായിട്ടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒഴിക്കാനുണ്ടാക്കിയിട്ട് സർവിങ് ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെച്ചാൽ ചിലപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാകും കേട്ടോ. ചിലപ്പോൾ മറ്റേ പുളിശ്ശേരിയൊക്കെ ഇഷ്ടത്തിനെക്കാട്ടിൽ ഇതും കൂടെ ഉള്ളപ്പോൾ ആ ഒരു മധുരവും കൂടെ ആക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. എൻ്റെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.